ഇനി നമുക്ക് കാൾ മാർക്സിൻ്റെ ലിബറൽ തിയറി ഓഫ് സ്റ്റേറ്റ് ആണ് പറയാനുള്ളത്. മാർക്സിൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ നിന്നും ക്യാപിറ്റൽ സൊസൈറ്റിയിലേക്കുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു വളർച്ചയെ പറ്റിയിട്ടാണ് അദ്ദേഹം ഈ ഒരു തിയറി കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. മാർക്സിസ് തിയറി ഇൻവോൾവ് സോഷ്യലിസം. സ്റ്റേറ്റ് ഇസ് മാൻ മെയ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഓൺ ഫോഴ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോഷ്യലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടെ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ ഇൻവോൾവ് ആണ്. നമുക്ക് നോക്കാം. സ്റ്റേറ്റ് എക്സസൈസസ് പവർ ആൻഡ് അതോറിറ്റി ഫോർ പ്രൊമോട്ടിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഡോമിനൻറ്റ് ക്ലാസ് ആൻഡ് സപ്രസിങ് എക്സ്പ്ലോയിറ്റിംഗ് വീക്കർ ക്ലാസ്സസ്. അപ്പം ഈ ഒരു കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവാണ് മാർക്സ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നിർവചനത്തിൽ സ്റ്റേറ്റ് എപ്പോഴും ഡോമിനൻ്റ് ആയിട്ടുള്ള ക്ലാസിൻ്റെ ഇൻട്രസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ വീക്കറായിട്ടുള്ള സെക്ഷനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും അവരെ സപ്രസ് ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ്. ഇവിടെ എക്കണോമിക് പ്രൊഡക്ഷനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഒരു സൊസൈറ്റിയുടെ ബേസ് എന്ന് പറയുന്നത് പ്രൊഡക്ഷനാണ്. പ്രൊഡക്ഷൻ ആണ് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, ബേസ് എന്ന് പറയുന്നത്. അതേസമയം ബാക്കി ഉള്ള സോഷ്യൽ ഓർഗനൈസേഷൻസൊക്കെ എന്താണ്, സൂപ്പർ സ്ട്രക്ചർ എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് അദ്ദേഹം ഇതിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് പ്രൊഡക്ഷൻ ഫങ്ഷൻ ഒന്നുകിൽ അത് കൃഷിയാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാവാം. അപ്പോൾ ആ ഒരു പ്രൊഡക്ഷനാണ് എപ്പോഴും ആ രാജ്യത്തിൻ്റെ എക്കണോമിയെ താങ്ങി നിർത്തുന്ന ബേസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളത് എല്ലാം തന്നെ നോൺ എക്കണോമിക് ആയിട്ടുള്ള ഐഡിയാസ്, ബിലീഫ്സ്, ലീഗൽ സിസ്റ്റം, സ്റ്റേറ്റ് എല്ലാം തന്നെ എന്താണ്, സൂപ്പർ സ്ട്രക്ചറാണ് എന്നാണ് പറയുന്നത്. ഈ സൂപ്പർ സ്ട്രക്ചർ എപ്പോഴും ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. മാർക്സ് ഡിസ്റ്റിങ്വിഷ് 5 ഹിസ്റ്റോറിക്കൽ എപ്പോക്സ്: കമ്മ്യൂണിസ്റ്റ്, ഏൻഷ്യൻ, ഫ്യൂഡൽ, ക്യാപിറ്റലിസ്റ്റ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിരവധിയായിട്ടുള്ള സ്റ്റേജസിലൂടെയാണ് ഇന്നത്തെ കാണുന്ന മോഡേൺ സൊസൈറ്റി ഉണ്ടാവുന്നത് എന്നുള്ളൊരു കാര്യം മാർക്സ് പറയുന്നുണ്ട്. മാർക്സിൻ്റെ ഒരു സോർട്ട് ഓഫ് എവല്യൂഷണറി കോൺസെപ്റ്റ് ഉണ്ട്. അതിൽ പ്രിമിറ്റീവ് കമ്മ്യൂണിസം മുതൽ ഇന്നത്തെ കാലത്ത് കാണപ്പെടുന്ന ക്യാപിറ്റലിസവും അത് കഴിഞ്ഞ് വരാൻ സാധ്യതയുള്ള സോഷ്യലിസവും കമ്മ്യൂണിസവും എല്ലാം തന്നെ അദ്ദേഹം അതിൽ വിവരിക്കുന്നുണ്ട്. ഈച്ച് ഓഫ് ദ ഹിസ്റ്റോറിക്കൽ ഹാസ് 2 ക്ലാസ്സസ്. നമ്മൾ ഏത് ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിലും ഉള്ളവൻ ഇല്ലാത്തവൻ എന്നുള്ള രീതിയിൽ 2 ക്ലാസ്സുകൾ എപ്പോഴും കാണാൻ പറ്റും. മൈനോറിറ്റി, ഡോമിനൻ്റ് ക്ലാസ്. സത്യമായിട്ടും കുറച്ച് ആൾക്കാരെടുത്ത പണം ഉള്ളവൻ എന്ന് പറയുമ്പോൾ എന്താണ്, വളരെ കുറച്ചായില്ലേ. അംബാനിയും അദാനിയും 2 എണ്ണമല്ലേ ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാവരും സാധാരണക്കാരല്ലേ എന്ന് പറഞ്ഞതുപോലെ. അപ്പം മൈനോറിറ്റി എപ്പോഴും ഡോമിനൻ്റ് ക്ലാസ്സും മെജോറിറ്റി സബോർഡിനേറ്റ് ക്ലാസ്സുമായിരിക്കും. പക്ഷേ മൈനോറിറ്റി എപ്പോഴും മെജോറിറ്റിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണപ്പെടുക. ഓക്കെ.